Magnetic phenomena are universal in nature. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് വിദൂരതയിലുള്ള നക്ഷത്ര സമൂഹങ്ങളിലും മനുഷ്യരിലും മൃഗങ്ങളിലും എന്നുവേണ്ട സകല ചരാചരങ്ങളിലും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ പരിണാമം സംഭവിക്കുന്നതിന് മുൻപേ തന്നെ ഭൂമിയിൽ മാഗ്നറ്റിസം നിലനിന്നിരുന്നു. BC 600 മുതൽ പുരാതന ഗ്രീസിലെ മെഗ്നീഷ്യ എന്ന ദ്വീപില് അയൺ ഓറായ മാഗ്നറ്റൈറ്റിന്റെ ശേഖരം കണ്ടെത്തുകയും അതിന് അയൺ ഫൈലിങ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മാഗ്നറ്റ് എന്ന വേർഡ് നിലവിൽ വന്നത്. ആ ദ്വീപില് ആട്ടിടയന്മാര് ധരിച്ചിരുന്ന പാദരക്ഷകള് തടി കൊണ്ടും തുകൽ കൊണ്ടും ഉള്ള പാദരക്ഷയിൽ ആണി വെച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ നടക്കുമ്പോൾ ഭൂമിയിൽ പാദരക്ഷകൾ തറയുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതുപോലെ അവര് കുത്തി നടക്കുന്ന ഇരുമ്പ് ദണ്ടുകളും എർത്തില് അട്രാക്ട് ചെയ്യപ്പെടുന്നതായിട്ട് മനസ്സിലായി. ഈ മാഗ്നറ്റിന്റെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി അവരുടെ യാത്രയ്ക്കൊരു തടസ്സമായി നിലകൊണ്ടു. പുരാതന കാലം മുതലേ മാഗ്നറ്റിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയായ ഡിറക്റ്റീവ് പ്രോപ്പർട്ടിയെ പറ്റിയും അറിവുണ്ടായിരുന്നു. എ ലോങ് പീസ് ഓഫ് മാഗ്നറ്റ് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഈ മാഗ്നറ്റിനെ ഒരു കോർക്കിന്റെ മുകളിൽ പ്ലേസ് ചെയ്ത് ആ കോർക്കിനെ ഒരു സ്റ്റിൽ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിലും അത് നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ പ്രത്യേകത മൂലം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ മാഗ്നറ്റിന് ലോഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലീഡിംഗ് സ്റ്റോൺ എന്ന പേരും കൈവന്നു. BC 400 കാലഘട്ടങ്ങളിൽ രചിച്ച ചൈനീസ് ഗ്രന്ഥങ്ങളിലെ കപ്പലിൽ കപ്പിത്താന്മാര് ദിശ കണ്ടുപിടിക്കുന്നതിനായിട്ട് മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ചതായിട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. ഹുയാങ് ടി എന്ന ചക്രവർത്തിയുടെ വിജയ കഥയില് തെക്കോട്ട് വിരൽ ചൂണ്ടുന്ന ഒരു കാന്തിക പ്രതിമ അദ്ദേഹത്തിന്റെ രഥത്തില് ശില്പികള് ഉറപ്പിച്ചു വെച്ചതായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. മഞ്ഞു മൂടിയ സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് ദിശ തെറ്റാതെ പോരാടുവാനായിട്ട് ചക്രവർത്തിക്ക് ഇതുകൊണ്ട് സാധിച്ചു. 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടിയെ പറ്റിയൊക്കെ ചൈനക്കാർക്ക് അറിവുള്ളതായിരുന്നു. കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ കേട്ടു മൂവിങ് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് മൂലം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് നടത്തിയ ഈ കണ്ടുപിടുത്തം ഓയ്സ്റ്റഡ്, ആംബിയർ, ബയോട്ട്, സവാർട്ട് എന്നീ ശാസ്ത്രജ്ഞന്മാരുടെ നേട്ടത്തിന്റെ പട്ടികയിൽ വരുന്നതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ പറ്റിയും മാഗ്നറ്റിക് ഫിനോമിനാസിനെ പറ്റിയൊക്കെയാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ നടത്തിയ ഈ കണ്ടുപിടുത്തം ഓയ്സ്റ്റഡ്, ആംബിയർ, ബയോട്ട്, സവാർട്ട് എന്നീ ശാസ്ത്രജ്ഞന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കാന്തിക പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയാണ്. ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള മാഗ്നറ്റിസത്തിനെ പറ്റിയുള്ള ഐഡിയാസ് ഒന്ന് നമുക്ക് ഓർത്തെടുക്കാം. എർത്ത് ഒരു മാഗ്നറ്റായിട്ട് വർത്തിക്കുകയാണ്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ജിയോഗ്രഫിക് സൗത്ത് ടു നോർത്ത് ആയിരിക്കും. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ലൈക്ക് പോൾസ് ആണെങ്കിൽ അവര് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ഈ പോൾസ് നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത്? ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് പോളിലേക്ക് ഡിറക്റ്റ് ചെയ്യുന്ന ആ ടിപ്പായിരിക്കും നോർത്ത് പോൾ എന്ന് അറിയപ്പെടുന്നത്. അതേമാതിരി സൗത്ത് പോളിലേക്ക് ഡിറക്റ്റ് ചെയ്യുന്ന ആ ടിപ്പായിരിക്കും സൗത്ത് പോൾ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. വീണ്ടും ഒരു ബാർ മാഗ്നറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാന്ന് വിചാരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അതിനും ഒരു നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഉണ്ടായിരിക്കും. അതായത് ആ ഒരു സിംഗിൾ ബാർ മാഗ്നറ്റിനെ നമ്മൾ 2 പീസാക്കി കഴിഞ്ഞാൽ ആ 2 പീസും
ഓരോ സെപ്പറേറ്റ് മാഗ്നറ്റ് ആയിട്ട് വർത്തിക്കുന്നു. രണ്ടിനും ഓരോ നോർത്ത് പോളും ഓരോ സൗത്ത് പോളും ഉണ്ടായിരിക്കും. വീണ്ടും നമ്മൾ സ്മോൾ 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 പീസസ് ആക്കി കഴിഞ്ഞാലും ഒരു ടൈനി പീസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിനും ഒരു നോർത്ത് ആൻഡ് സൗത്ത് പോള് ഉണ്ടായിരിക്കും. അപ്പോൾ ഓർക്കണേ, പോൾസ് എപ്പോഴും പെയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് മോണോപോൾ എക്സിസ്റ്റൻസ് ഇല്ല. ഒരു നോർത്ത് പോൾ മാത്രം അല്ലെങ്കിൽ ഒരു സൗത്ത് പോൾ മാത്രം അങ്ങനെ എക്സിസ്റ്റൻസ് ഇല്ല. പക്ഷെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചു പോസിറ്റീവ് ചാർജ് മാത്രം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് മാത്രം എക്സിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ മാഗ്നറ്റിസത്തിലാണെങ്കിൽ ഒരു മോണോപോളായിട്ട് എക്സിസ്റ്റൻസ് ഇല്ല. വീണ്ടും നമുക്കറിയാം മാഗ്നറ്റിന് വേറെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുക്കാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു മാഗ്നറ്റിന് വേറൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇപ്പോൾ അയൺ അല്ലെങ്കിൽ കൊബാൾട്ട് അല്ലെങ്കിൽ നിക്കൽ അങ്ങനത്തെ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുക്കാനുള്ള, ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ബാർ മാഗ്നറ്റ്. അപ്പോൾ ഈ ബാർ മാഗ്നറ്റിന്റെ ഇത് ഈ സൈഡ് ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളാണ്. അപ്പോൾ ഈ ബാർ മാഗ്നറ്റിന്റെ കേസിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ബാർ മാഗ്നറ്റിന്റെ മുകളിൽ ഒരു ഗ്ലാസ് ഷീറ്റ് വെക്കുവാണ്. അതിൽ കുറച്ച് അയൺ ഫൈലിങ്സ് സ്പ്രെഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ അയൺ ഫൈലിങ്സിന്റെ അറേഞ്ച്മെന്റ്, അതിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പോൾസിന്റെ അടുത്ത് അയൺ ഫൈലിങ്സിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. പോൾസിൽ നിന്ന് അകലുന്നതനുസരിച്ച്, ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അവരുടെ ഡെൻസിറ്റി കുറവായിരിക്കും. അതിന്റെ അർത്ഥം പോൾസിന്റെ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. പോൾസിൽ നിന്ന് അകന്നു പോകുന്നതനുസരിച്ച് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പൊ മാഗ്നറ്റിന്റെ പല പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. ഒന്ന് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു, രണ്ട് ഡിറക്റ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു, പിന്നെ ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടി ഒന്ന് നോക്കുക. ഇപ്പൊ ഒരു മാഗ്നറ്റ്, ഇതൊരു മെറ്റൽ ക്ലിപ്പാണ്. അപ്പൊ ഈ മാഗ്നറ്റിന് മെറ്റൽ ക്ലിപ്പിലേക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇതിന് കുറച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടി ഈ ക്ലിപ്പിന്. അപ്പൊ ഈ ക്ലിപ്പിന് വേറൊരു ക്ലിപ്പിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടി. അടുത്തായിട്ട് നമുക്ക് പല ഷേപ്പുള്ള മാഗ്നറ്റുകളെ പരിചയപ്പെടാം. ഇത് നമ്മൾ നേരത്തെ കണ്ടു, ബാർ മാഗ്നറ്റ്. ഒരു റെക്ടാങ്കുലർ ഷേപ്പായിട്ട് കാണുന്നതാണ് ബാർ മാഗ്നറ്റ്. അടുത്ത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ, ഗാൽവനോമീറ്ററിൽ, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ദെൻ റിങ് മാതിരി ഇരിക്കുന്ന മാഗ്നറ്റ് ആണ് ഇത്. ഷേപ്പ് റിങ്ങിന്റെ ഷേപ്പാണുള്ളത്. ദെൻ ഓവൽ ഷേപ്പുള്ള മാഗ്നറ്റ്, ഓവൽ ഷേപ്പുള്ള മാഗ്നറ്റ്. ദെൻ കോമ്പസ് നീഡിൽ യൂസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു അല്ലെ, കോമ്പസ് നീഡിൽ. അപ്പൊ കോമ്പസ് നീഡിൽ, ആ നീഡിൽ നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലൈറ്റ് പോൾസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈറ്റ് പോൾസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. കേട്ടോ, ഇതിപ്പോ സൗത്ത് പോൾ, റെഡ് കളർ ഉള്ളത് സൗത്ത് പോളും ബ്ലൂ കളർ ഉള്ളത് നോർത്ത് പോളാന്ന് വിചാരിച്ചു. ഇതിന്റെ ബ്ലൂ കളറ് നോർത്ത്, റെഡ് സൗത്ത് ആണ്. അപ്പൊ നോക്കിക്കേ, രണ്ട് സൗത്തുകള്, ആ രണ്ട് സൗത്തുകള് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന റിപ്പൽ ചെയ്യും. അല്ലെങ്കിൽ രണ്ട് നോർത്തുകള് ഒരുമിച്ച് വന്നാലും അത് റിപ്പൽ ചെയ്യും. നേരെ മറിച്ച് ഒരു സൗത്തും ഒരു നോർത്തും ആണെങ്കിൽ അവര് തമ്മിൽ അട്രാക്ട് ചെയ്യും. ഓർക്കുക. ദെൻ ഈ ടൈപ്പ് മാഗ്നറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ, ഒരു സൗത്തും ഒരു നോർത്തും ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. നേരെ മറിച്ച് ഒരു സൗത്തും അടുത്തത് സൗത്ത് അല്ലെങ്കിൽ ഒരു നോർത്തും ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. നമ്മൾ എത്ര ബലം പിടിച്ചാലും ഇത് തമ്മിൽ ചേർക്കാനായിട്ട് പറ്റില്ല. നേരെ മറിച്ച് ഒരെണ്ണം സൗത്തും ഒരു നോർത്തും ആണെങ്കിൽ ഈസി ആയിട്ട് അട്രാക്ഷൻ നടക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അട്രാക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റുകൾ തമ്മിൽ അട്രാക്ഷൻ നടക്കാം, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് മെറ്റീരിയൽസ് തമ്മിലും അട്രാക്ഷൻ നടക്കാം. അപ്പൊ അട്രാക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ തമ്മിലും അട്രാക്ഷൻ നടക്കാം.
നേരെ മറിച്ച് റിപ്പൽഷൻ നടക്കുന്നത് എപ്പോഴാണ്? രണ്ട് നോർത്ത് പോൾസ് അല്ലെങ്കിൽ രണ്ട് സൗത്ത് പോൾസ് തമ്മിൽ, അതായത് മാഗ്നറ്റുകൾ തമ്മിൽ മാത്രമേ റിപ്പൽഷൻ നടക്കുകയുള്ളൂ. മാഗ്നറ്റും മെറ്റീരിയലും തമ്മിൽ റിപ്പൽഷൻ നടക്കില്ല, അട്രാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ റിപ്പൽഷൻ ആണ് ഒരു ഷുവർ ടെസ്റ്റ് ഫോർ മാഗ്നറ്റിസം. ഓർത്തിരിക്കാം, റിപ്പൽഷൻ ആണ് ഷുവർ ടെസ്റ്റ് ഫോർ മാഗ്നറ്റിസം. അപ്പോൾ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചത് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി ഓർക്കാം. ഏതൊക്കെയാണ്? അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയും ഡിറക്റ്റീവ് പ്രോപ്പർട്ടിയും ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടിയും. ലൈക്ക് പോൾസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. പോൾസ് എപ്പോഴും പെയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, മോണോപോൾ ആയിട്ട് എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന റീജിയനെ പറയുന്ന, സ്പേസിനെ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇതേമാതിരി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന സ്പേസ് അല്ലെങ്കിൽ റീജിയനെ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് കുറെയൊക്കെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ സെയിം നേച്ചർ തന്നെയാണ് ഉള്ളത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. നേരെ മറിച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. അതായത് മാഗ്നറ്റിന്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ അതിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഇന്റേണലി ആണെങ്കിൽ സൗത്ത് ടു നോർത്ത് ആയിരിക്കും. അങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓർത്തിരിക്കുക. ഒരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ലൂപ്പ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണിക്കുന്നത്. അപ്പോൾ ഔട്ട്സൈഡിലാണെങ്കിൽ മാഗ്നറ്റിന്റെ പുറത്താണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും അതിന്റെ ഡിറക്ഷൻ. അതിന്റെ ഇൻസൈഡിലാണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും അത് ഡിറക്റ്റ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം, ഇതിന്റെ നമ്പർ ഡെൻസിറ്റി, അതിന്റെ എണ്ണം എന്തിനെ സൂചിപ്പിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ആ പോൾസിന്റെ അടുത്തായിരിക്കും ആ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം വളരെ കൂടുതൽ. അപ്പൊ പോൾസിന്റെ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം, ഈ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ആ പാത്തിലെ നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റിന്റെ ഡിറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനെ കാണിക്കുന്നു. വീണ്ടും ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഈ ഫീൽഡ് ലൈൻസ് പാരലൽ ആയിരിക്കും, അതോടൊപ്പം തന്നെ ഈക്വി ഡിസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വേറൊരു പോയിന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അഥവാ ഇന്റർസെക്ട് ചെയ്താലല്ലോ കുഴപ്പം എന്താ? ആ പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് രണ്ട് ടാൻജന്റ് കിട്ടും, അതായത് അവിടെ ഫീൽഡിന് രണ്ട് ഡിറക്ഷൻ കിട്ടും. അത് പോസിബിൾ അല്ല. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു ഓർക്കുക. ഔട്ട്സൈഡ് ആണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ഇന്റേണലി ആണെങ്കിൽ സൗത്ത് ടു നോർത്ത് ആയിരിക്കും. The number density is an indication of strength of the field. For a uniform field, field lines are parallel and equidistant. They will never intersect. The tangent at any point gives the direction of magnetic field. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഫിഗർ. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, മോളിക്കുലാർ തിയറി ആൻഡ് മോഡേൺ ഇലക്ട്രോൺ തിയറി അനുസരിച്ച് മാഗ്നറ്റിസത്തിനെ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം. മോളിക്കുലാർ തിയറി അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ടൈനി പീസ് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനും ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടായിരിക്കും. അപ്പൊ അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റിൽ ഈ മോളിക്യൂൾസ് ക്ലോസ്ഡ് ചെയിൻസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പൊ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. അത് ആ അയൺ പീസിനെ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലോസ്ഡ് ചെയിൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് എല്ലാവരും പാരലൽ ആയിട്ട് അലൈൻ ചെയ്യും. ഫ്രീ ആയിട്ട് ഒരു എൻഡില് എല്ലാവരുടെയും നോർത്ത് പോൾ വരും, അതർ എൻഡില് സൗത്ത് പോൾ വരും. അങ്ങനെ ആ പോൾസ് തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും. അതിനൊരു ഡൈപോൾ മൊമെന്റ് കിട്ടും, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് കിട്ടും. അങ്ങനെ അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. ഇതാണ് മോളിക്കുലാർ തിയറിയിൽ പറയുന്നത്. മോഡേൺ ഇലക്ട്രോൺ തിയറി അനുസരിച്ച് നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ട് അല്ലെ. ആ ഇലക്ട്രോൺസ്
ഒന്ന് സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രോൺസിന്റെ സ്പിൻ മോഷൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ. അപ്പോൾ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റും ഉണ്ട്, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് മൊമെന്റിന്റെയും റിസൾട്ടന്റ് ആണ് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് പഠിച്ചത് മാഗ്നറ്റിന്റെ പല ടൈപ്പ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു? അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയും, ഡിറക്റ്റീവ് പ്രോപ്പർട്ടിയും, ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടിയും. മോണോപോൾസ് ആയിട്ട് എക്സിസ്റ്റൻസ് ഇല്ല, എപ്പോഴും പോൾസ് പെയേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ലൈക്ക് പോൾസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ദെൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു? കണ്ടിന്യൂസ് ലൂപ്പാണ് ഫോം ചെയ്യുന്നതെന്ന് ഓർക്കുക. എക്സ്റ്റേണലി ആണെങ്കിൽ നോർത്ത് ടു സൗത്ത്, ഇന്റേണലി ആണെങ്കിൽ സൗത്ത് ടു നോർത്ത് ആയിരിക്കും. ഒരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിന്റെ ഡിറക്ഷൻ ഫീൽഡിന്റെ ഡിറക്ഷനെ ആയിരിക്കും കാണിക്കുന്നത്. ഇതിന്റെ എണ്ണ കൂടുതൽ, അതായത് നമ്പർ ഡെൻസിറ്റി ഈസ് ആൻ ഇൻഡിക്കേഷൻ ടു ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് പാരലൽ ആയിരിക്കും, ഇക്വി ഡിസ്റ്റന്റ് ആയിരിക്കും. ഈ ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല.